രേവന്ത് റെഡ്ഡി സാർ, താങ്കളും കെ.സി.ആറും നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടാകാം. ഇപ്പോഴൊക്കെ താങ്കൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്താണെന്ന് ഞാനിപ്പോ പറയാം. അതായത് താങ്കൾ പറയുന്നത്, എന്റെ ആൾക്കാരെല്ലാം നിന്റെ പാന്റ് ഊരിക്കളയും, നിന്റെ ഷർട്ട് ഊരിക്കളയും, അതോടൊപ്പം നിന്റെ അണ്ടർവെയർ ഊരിക്കളയെന്ന് പറയും, ന്യൂഡാക്കുമെന്ന് പറയുന്നു. ഇല്ലില്ല, ഇതുപോലത്തെ വാക്കുകളൊക്കെ നമ്മുടെ മേത്ത് കല്ലെറിഞ്ഞാൽ നമ്മളും തിരിച്ചതിനെ എറിയണമല്ലോ. കെ.സി.ആർ ഞാനിതിന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുഴുവൻ കോൺഗ്രസും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും മനസ്സ് വെച്ചാൽ പോലും എൻ്റെ ഒറ്റ മുടിയെപ്പോലും അവരെ കൊണ്ട് എടുക്കാൻ കഴിയില്ലെന്നാണ്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ അനങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ അണ്ടർവെയർ പോലും അഴിച്ചു കാണിക്കുമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു ഡേറ്റ് പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഡേറ്റ് പറയും, ഞാൻ അന്ന് വരാം, എൻ്റെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാം, അതിനുശേഷം എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ തന്നെ ഇതിലെന്താ തെറ്റുള്ളതെന്ന് പറയൂ രജത് ശർമ്മ സർ. അദ്ദേഹം മുടിയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ അണ്ടർവെയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സർ, നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ ഉത്തരം പറയാണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ, അത്രേ ഉള്ളൂ. കെ.സി.ആർ ഉപയോഗിച്ച വേർഡ്സ് പോലെയാണ് ഞാനും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്, അത്രേ ഉള്ളൂ.